രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നാരായണീയത്തിൻ്റെ ക്ലാസ്സാണ്. 5ാമത്തെ ദശകമാണ്. 9ാമത്തെ ശ്ലോകമാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ വേണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. പ്ലേലിസ്റ്റിൽ ഞാൻ എല്ലാം അടുക്കിന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് നിങ്ങളുടെ കൈകളിൽ കിട്ടും. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് കൃഷ്ണൻ്റെ കാമുകിയായ രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ചുകൾ നടത്തി അവതരിപ്പിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 120 എപ്പിസോഡ് എങ്ങാണ്ട് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇപ്പം ഞാൻ 120 തൊട്ട് കേൾക്കുക. അതിന് മുമ്പുള്ളത് നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്ത് കാണുക. എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ട്. മോക്ഷം വേണ്ടവർക്കായി എല്ലാ വെള്ളിയാഴ്ചയും ധർമ്മപദമുണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് പ്ലേലിസ്റ്റിലുണ്ട്. കൊല്ലത്താണ് ഞാൻ. ഇവിടെ വന്ന് പഠിക്കാം. നിങ്ങൾക്ക് വന്ന് പഠിക്കുന്നവർക്ക് താമസ സൗകര്യം എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. അതേ കണക്ക് തന്നെ അഷ്ടാവക്ര ഗീതയുണ്ട്. പിന്നെ ജ്യോതിഷപരമായ കാര്യങ്ങളുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം എല്ലാം കൊടുത്തിട്ടുണ്ട്. ജ്യോതിഷപരമായ എന്ത് സംശയം ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് 9645333999. നിങ്ങൾ അതിലേക്ക് എന്നെ വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് തന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവ എന്നത് നിങ്ങൾ എല്ലാവരും കേൾക്കണം. ക്ഷേത്രങ്ങളിൽ പോയി തൊഴാൻ ആഗ്രഹമുള്ളവർ, ക്ഷേത്രങ്ങളിൽ പോകുന്നവർക്ക് വേണ്ടി ഒരു പ്രത്യേക വീഡിയോ ഓരോ ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് മൂകാംബികയുണ്ട്, പിന്നെ തിരുപ്പതി ഉണ്ട്, അങ്ങനെ ഉടുപ്പിയുണ്ട്, പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട്. അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളെക്കുറിച്ച് നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളതൊക്കെ കേൾക്കുക. നിങ്ങളതൊക്കെ അതേ കണക്ക് കടുത്ത കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായ എന്നൊരു വീഡിയോ ഉണ്ട്. അതും നിങ്ങൾ കാണുക. രാധയെ പൂജിച്ചാൽ എന്നൊരു വീഡിയോ ഉണ്ട്. പിന്നെ രാധാ സഹസ്രനാമം ഒരു പദം ഉച്ചരിച്ചാൽ എന്നൊരു വീഡിയോ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ കാണുക. ഇന്ന് നമുക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ്സാണ്. അതിനു മുമ്പ് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം നമോ നാരായണായ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായൈ സ്വാഹാം. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ
രാധേ രാധേ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ ബർസാനെ വാലി രാധാറാണിക്ക് ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണിയമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണിക്ക് ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണിക്ക് ജയ്. അപ്പം നാരായണീയം നമ്മുടെ കൃഷ്ണപ്രിയയാണ്. കൃഷ്ണപ്രിയ നിങ്ങൾക്ക് അതിമനോഹരമായി പാടിത്തരാൻ പോവുകയാണ്. അത് കേട്ടുകൊള്ളൂ. അതിനുശേഷം ഞാൻ ക്ലാസ് എടുക്കുന്നതായിരിക്കും. ഏതേ ഭൂതഗണാസ്തഥേന്ദ്രിയഗണാ ദേവാശ്ച ജാതാ പൃഥഗ്നോ ശേകുർഭുവനാണ്ഡനിർമ്മിതിവിധൗ ദേവൈരമീഭിസ്തദാ ത്വം നാനാവിധസൂക്തിഭിർനുതഗുണസ്തത്വാന്യമൂന്യാവിശംശ്ചേഷ്ടാശക്തിമുദീര്യ താനി ഘടയൻ ഹൈരണ്യമണ്ഡം വ്യഥാ. അപ്പോൾ നമ്മുടെ കൃഷ്ണപ്രിയ അതിമനോഹരമായി പാടിത്തന്നത് കേട്ടല്ലോ. അപ്പോൾ ഒന്നും കൂടെ ആലോചിക്കുക. കൃഷ്ണപ്രിയ പാടിയ രാധാ കവചമുണ്ട്. രാധാ കവചം 2 എണ്ണമുണ്ട്. അത് ചൊല്ലിയാലാണ് ഫലം കിട്ടുന്നത്. ഒന്ന് മാത്രം പോരാ. കൃഷ്ണപ്രിയ അത് പാടിയിട്ടിട്ടുണ്ട്. രാധാ കവചം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതേ കണക്ക് ഒന്നും കൂടെ ആലോചിക്കുക. കഠിന കൃഷ്ണഭക്തനായിരുന്ന ഞാൻ, കൃഷ്ണന്റെ അമ്പലത്തിലല്ലാതെ എവിടെയും പോകാത്ത ഞാൻ എങ്ങനെയാണ് ആ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട്. അതും കൂടെ നിങ്ങൾ കേൾക്കണം. ശ്രദ്ധിച്ചു കേട്ടോ. ഏതേ ഭൂതഗണാസ്തതേന്ദ്രിയഗണ ദേവാച്ഛജാതാ പൃഥങ് നോ ശേഗുർഭുവനാണ്ഡ നിർമ്മിതി വിധോ ദേവൈരമിഭിസ്തദാ ത്വം നാനാവിധ സൂക്തിഭിർനുത ഗുണസ്തത്വാന്യമുന്യാവിശം ചേഷ്ടാശക്തി മുദീര്യതാനീ ഘടയൻ ഹൈരണ്യമണ്ഡം വ്യഥ. അർത്ഥം എഴുതിക്കോളൂ. ഏതേ ഭൂതഗണ, അർത്ഥം ഈ ഭൂതഗണങ്ങളും തദേന്ദ്രിയ ഗണ, അപ്രകാരം ഇന്ദ്രിയങ്ങളുടെ കൂട്ടവും ദേവാച്ച അർത്ഥം എഴുതിക്കോ. ദേവതകളും, പിരിച്ചെഴുതിയാൽ ദേവ അധികം ഛ, ദേവതകളും. പൃഥങ്നോ വെവ്വേറെ, നോ ശേഗുർ ശക്തരായില്ല, ഭുവനാണ്ഡ ഈ ലോകം, നിർമ്മിതി വിധൗ നിർമ്മിക്കുന്ന വിധത്തിൽ, അതായത് നിർമ്മാണ വിധിയിൽ, ദേവൈരമീഭിസ്തഥാ അർത്ഥം അപ്പോൾ ഈ ദേവന്മാരാൽ. ഇപ്പൊ നോട്ട്ബുക്കിൽ എഴുതണം. ദേവൈരമീഭിസ്തഥാ അർത്ഥം അപ്പോൾ ഈ ദേവന്മാരാൽ. ത്വം അർത്ഥം എഴുത് അങ്ങയുടെ. നാനാവിധ പല വിധത്തിലുള്ള സൂക്തിബി സൂക്തങ്ങളാൽ എന്ന് പറഞ്ഞാൽ പ്രശംസകളാൽ, സൂക്തങ്ങളാൽ, നുതഗുണ സ്തുതിക്കപ്പെട്ട ഗുണങ്ങളോട് കൂടിയവനായി. നുതഗുണ എന്നെഴുതിയിട്ട് സമമിട്ടിട്ട് എഴുതണം. സ്തുതിക്കപ്പെട്ട ഗുണങ്ങളോട് കൂടിയവനായി. തേ ത്വാന്യ അർത്ഥം തത്വങ്ങളിൽ അമുനി ഈ അവിശൻ പ്രവേശിക്കുന്നവനായി. ഇനി അത് ചേർത്തെഴുതുമ്പോൾ തത്വാന്യമുന്യാവിശ അർത്ഥം ഈ തത്വങ്ങളിൽ പ്രവേശിക്കുന്നവനായി. ചേഷ്ടാശക്തിയെ തൻ്റെ സ്വന്തം ശക്തിയെ ഉദീര്യ ഉണ്ടാക്കി തീർത്തു. താനി ഘടയൻ അവയെ ഇണക്കിയിട്ട്, താനി ഘടയൻ സമം അവയെ ഇണക്കിയിട്ട്.
ഹൈരണ്യമണ്ഡം, സ്വർണമയമായ അണ്ഡാകൃതിയുള്ള ഈ ഭൂമി എന്നാണ് അർത്ഥം. സ്വർണമയമായ അണ്ഡാകൃതിയുള്ള ലോകത്തെ വ്യഥ നിർമ്മിച്ചു. അപ്പൊ എന്താണ് ഇതിന്റെ മൊത്തത്തിലെ അർത്ഥം? ഇതിന്റെ മുഴുവനുമുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ പഞ്ചഭൂത ഗണങ്ങളും, നമ്മൾ നേരത്തെ പറഞ്ഞ പൃഥ്വ്യതേജോ വായുവാകാശങ്ങൾ, ഈ പഞ്ചഭൂത ഗണങ്ങളും ഇന്ദ്രിയ ഗണങ്ങളും അവയുടെയൊക്കെ ദേവതകളും എല്ലാവരും വേറെ വേറെ ആയതിനാൽ ഈ ലോക സൃഷ്ടിക്ക് ശക്തരായില്ല എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു തരാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ഒരമ്മയ്ക്ക് 5 മക്കളുണ്ട്. ഒരാൾ തിരുവനന്തപുരത്തും, ഒരാൾ കാസർഗോഡും, ഒരാൾ എറണാകുളത്തും, ഒരാൾ ആലപ്പുഴയും, ഇങ്ങനെ പല സ്ഥലങ്ങളിലായതുകൊണ്ട് ഈ മക്കളെ കൊണ്ട് കിട്ടേണ്ട യഥാർത്ഥ ഗുണം അമ്മയ്ക്ക് എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. അതുപോലെ ഈ ഭഗവാൻ സൃഷ്ടിച്ച പഞ്ചഭൂതങ്ങള്, പൃഥ്വി തേജോ വായുവാകാശങ്ങള്, ഇന്ദ്രിയ ഗണങ്ങളൊക്കെ പല പല ഇടങ്ങളിലായി. അതുകൊണ്ട് ഇതിൻ്റെ ദേവതമാർക്ക് ഒന്നിച്ചു ചേർന്ന് നിന്നിട്ട് ഈ ലോകത്തെ സൃഷ്ടിക്കാൻ ശക്തിയില്ലാതെ വന്നു. അപ്പൊ ഈ ദേവതകള് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രസന്നനായിട്ട് ഈ തത്വങ്ങളിൽ, ഏത് തത്വങ്ങളിൽ? പഞ്ചഭൂതങ്ങളിലും ഇന്ദ്രിയ ഗണങ്ങളിലേക്ക് ഭഗവാൻ സ്വന്തം ഇഷ്ടപ്രകാരം തൻ്റെ ശക്തിയെ, അതിന് ചേഷ്ടാശക്തി എന്ന് വിളിക്കുന്നു. ഭഗവാൻ സ്വന്തം ഇഷ്ടപ്രകാരം തൻ്റെ ശക്തിയെ ഇന്ദ്രിയ ഗണങ്ങളിലേക്കും പഞ്ചഭൂത ഗണങ്ങളിലേക്കും ആ ശക്തിയെ പ്രവേശിപ്പിച്ചിട്ട് ഈ പഞ്ചഭൂതങ്ങളെയും ഇന്ദ്രിയ ഗണങ്ങളെയും എല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് നല്ല സ്വർണമയമായ അണ്ഡത്തെ, ഈ ഭുവനത്തെ, ഈ ലോകത്തെ ഭഗവാൻ സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ചുരുക്കം ഇത്രമേ ഉള്ളൂ. പഞ്ചഭൂതങ്ങളും ഇന്ദ്രിയ ഗണങ്ങളും പല പല സ്ഥലങ്ങളിലായി ചെതറിക്കിടക്കുന്നു. അതുകൊണ്ട് അവരുടെ ദേവതകൾക്ക് ഒത്തുകൂടി ഈ ലോകം നിർമ്മിക്കാൻ ശക്തിയില്ലാതായപ്പം അവരെല്ലാവരും കൂടെ ഭഗവാനെ സ്തുതിച്ചു. അപ്പോൾ ഭഗവാന്റെ ഗുണങ്ങളെ വാഴ്ത്തി. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? സ്വന്തം ഇഷ്ടപ്രകാരം തന്നിലെ ശക്തിയെ ഉണർത്തി. ആ ശക്തിയെ, അത് ചേഷ്ടാശക്തി എന്ന പേര് വിളിക്കുന്നു. ആ ശക്തിയെ ഈ പഞ്ചഭൂതങ്ങളിലേക്കും ഇന്ദ്രിയ ഗണങ്ങളിലേക്കും പ്രവേശിപ്പിക്കുകയും അങ്ങനെ ഭഗവാൻ തന്നെ മുൻകൈ എടുത്താണ് ഈ ലോകം. ഹിരൺമയമാണ് ഈ ലോകം, സ്വർണ്ണമയമാണെന്നാണ് പറയുന്നത്. നമ്മുടെ കണ്ണുകൊണ്ട് സ്വർണം കാണുന്നില്ല, പക്ഷെ ഈ ലോകത്തിന്റെ യഥാർത്ഥ ആകൃതി, കാരണം നമ്മൾ ആ പൊതിഞ്ഞിരിക്കുന്ന ഭാഗം കാണുന്നില്ല. നമ്മളൊരു ഗോളം അങ്ങനെ വിചാരിച്ചാൽ മതി. നമ്മൾ ഗോളത്തിനകത്താണ്, അകത്ത് നമ്മൾ സ്വർണം കാണുന്നില്ല, പക്ഷെ ഗോളത്തിന്റെ പുറം മുഴുവനും സ്വർണ്ണമയം. അങ്ങനെ സ്വർണ്ണമയമായ ഈ ലോകം സൃഷ്ടിച്ചത്. ഇനി നമുക്ക് ഓരോ വരികളെടുത്ത് പഠിക്കാം. അപ്പം നമുക്കിനി ഒന്നാമത്തെ വരിയിലേക്ക് വരാം. ഏതേ ഭൂതഗണ സ്തതേന്ദ്രിയഗണ ദേവാച്ഛജാതാപൃതം. ഏതേ ഭൂതഗണ, അർത്ഥം ഈ ഭൂതഗണങ്ങളും തതേന്ദ്രിയ ഗണ, അപ്രകാരം ഇന്ദ്രിയങ്ങളുടെ കൂട്ടവും, ദേവാച്ഛ ദേവതകളും, പൃഥഗ്നോ വെവ്വേറെ. അതായത് കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ആ ശ്ലോകത്തിലൂടെ എങ്ങനെയാണ് അതായത് എങ്ങനെയാണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടായത്, എങ്ങനെയാണ് ഇന്ദ്രിയ ഗണങ്ങൾ ഉണ്ടായത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഈ പഞ്ചേന്ദ്രിയങ്ങളും ഈ ഇന്ദ്രിയ ഗുണങ്ങളും ചെതറിക്കിടക്കുകയാണ്, അടുക്കും ചിട്ടയുമില്ല. കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറഞ്ഞാൽ, ഒന്നാമത് കിടക്കേണ്ടത് മൂന്നാമതും, മൂന്നാമത് കിടക്കേണ്ടത് അഞ്ചാമതും, അഞ്ചാമത് കിടക്കേണ്ടത് രണ്ടാമതും, ഇങ്ങനെ പലയിടത്തായിട്ട് വെവ്വേറെ ചിതറിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പഞ്ചേന്ദ്രിയങ്ങളുടെയും പഞ്ചഭൂതങ്ങളുടെയും ദേവതമാരും ചിതറിക്കിടക്കുന്നു. അപ്പൊ ഇന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളുമൊക്കെ ക്രമം തെറ്റിക്കിടക്കുകയാണ്. പല സ്ഥലങ്ങളിലായിട്ട് ഇതിൻ്റെ കൂട്ടം കിടക്കുന്നു. ഇത് കാണിക്കാനാണ് ഇവിടെ കവി ഗണശബ്ദം ഉപയോഗിച്ചത്. അപ്പോൾ ഒന്നാമത്തെ വരിയിൽ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. പഞ്ചഭൂതങ്ങളും ഇന്ദ്രിയങ്ങളും പല പല സ്ഥലങ്ങളിലായി ചിതറിക്കിടക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ വരിയിലേക്ക് വരാം. ഏതാണ്ട് ഒന്നാമത്തെ വരിയുടെ അർത്ഥം തന്നെയാണ്, എങ്കിലും ഒന്ന് കേട്ടോളൂ.
നോ ശേഖുർ ഭുവനാണ്ട നിർമ്മിതി വിധൗ ദേവൈരമീഭിസ്തത. ഇല്ലേ? നോ ശേഖുർ ശക്തരായില്ല, ഭുവനാണ്ടം ഈ ലോകം, നിർമ്മിതി വിധൗ നിർമ്മാണ വിധിയിൽ, ദേവൈരമീഭിസ്തത അപ്പോൾ ഈ ദേവന്മാരാൽ, അതായത് രണ്ടാമത്തെ വരി പറഞ്ഞിരിക്കുന്നത് പഞ്ചഭൂതഗണങ്ങളും ഇന്ദ്രിയ ഗണങ്ങളും അവരെ നിയന്ത്രിക്കുന്ന ദേവതകളുമെല്ലാം പലതവണ ശ്രമിച്ചിട്ടും ഈ ഭുവനം, ഈ ലോകം നിർമ്മിക്കാൻ സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം ഇവര് പലയിടത്തായി ചെതറിക്കിടക്കുന്നതാണ്. അതായത് പഞ്ചഭൂതങ്ങളാണ് പൃഥ്വി വായുവാകാശങ്ങൾ. പൃഥ്വി ഭൂമി, മനസ്സിലല്ലേ? അപ്പ് ജലം, തേജസ് അഗ്നി, വായു, പിന്നെ ആകാശം. ഈ 5 കാര്യങ്ങളെയാണ് പഞ്ചഭൂതം എന്ന് വിളിക്കുന്നത്. അത് ഒറ്റയടിക്ക് നമ്മൾ ഇങ്ങനെ പറയും, പൃഥ്വി വായുവാകാശങ്ങൾ. അപ്പൊ ഈ പൃഥ്വി അപ്പ്, അതായത് പൃഥ്വി അപ്പ് ജലം വായു തേജസ് അഗ്നി, ഈ 5 പേരും പിന്നെ നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളും, ഇവരൊക്കെ എത്ര കണ്ട് ശ്രമിച്ചിട്ടും എന്തു പറ്റുന്നില്ല, ഭുവന നിർമ്മാണം അസാധ്യം. അങ്ങനെ അസാധ്യമായതിൻ്റെ കാരണം ഇവർ പലയിടത്തായി ചിതറിക്കിടക്കുന്നു. ചിതറിക്കിടക്കുന്നവരെല്ലാം ഒരിടത്ത് ഒന്നിച്ചു കൂടിയാൽ മാത്രമേ നിർമ്മാണം നടക്കൂ. ആ ഒന്നിച്ചു കൂടണമെങ്കിൽ ഇവർക്ക് സ്വയമേവ ഒന്നിച്ചു കൂടാനുള്ള കരുത്തില്ല. അതിനാരുടെ അനുഗ്രഹം വേണം? ഭഗവാൻ നിശ്ചയിച്ചാൽ മാത്രമേ ഇവർക്ക് ഒന്നിച്ചു കൂടാൻ കഴിയുകയുള്ളൂ. ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് വരാം. ത്വം നാനാവിധ സൂക്തിഭിർനുത ഗുണസ്തത്വമ്യമുന്യാവിഷം. ത്വം അങ്ങയുടെ നാനാവിധം പലവിധത്തിലുള്ള സൂക്തിഭി സൂക്തങ്ങളാൽ, നുതഗുണ എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെട്ട ഗുണങ്ങളോട് കൂടിയവനായിട്ട്, തത്വാന്യ തത്വങ്ങളിൽ, അമുനി ഈ അവിശൻ പ്രവേശിക്കുന്നവനായി, ഈ തത്വങ്ങളിൽ പ്രവേശിക്കുന്നവനായിട്ട്. അപ്പം മൂന്നാമത്തെ വരി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, പഞ്ചഭൂതങ്ങളും ഇന്ദ്രിയങ്ങളും അവയുടെ ദേവതകളും എത്ര ശ്രമിച്ചിട്ടും ഈ ലോകം നിർമ്മിക്കാൻ സാധ്യമാകുന്നില്ല. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, തങ്ങളൊക്കെ വെറും ദേവതകൾ മാത്രമാണ്. ഭഗവാന്റെ സഹായമില്ലാതെ ഒരു കാരണവശാലും നമുക്ക് ഈ ഭുവനം നിർമ്മിക്കാൻ സാധ്യമല്ല എന്ന സത്യം മനസ്സിലായത്. അപ്പോൾ ഇവരെത്ര ശ്രമിച്ചിട്ടും പറ്റാതെ വന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, ദേവതകൾ വേറെ ഭഗവാൻ വേറെ എന്ന് അന്നേരമാണ് മനസ്സിലായത്. അതായത് ശരിക്കും പറഞ്ഞാൽ കല്ലുണ്ട്, കട്ടയുണ്ട്, തടിയുണ്ട്, കമ്പിയുണ്ട്, സിമൻ്റ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും ശില്പിയുടെ പ്രവർത്തനം കൊണ്ടേ അത് വീടായി മാറൂ. അത് വീടാകണമെങ്കിൽ ഒരു ശില്പി വേണം, മേസ്തിരി വേണം, അല്ലാതെ എങ്ങനെ വീടാകും? അതുപോലെ ഈ പഞ്ചഭൂതങ്ങളും ഇന്ദ്രിയ ഗണങ്ങളുമൊക്കെ കല്ലും കട്ടയും സിമന്റുമാണ്. അതിനെ കൂട്ടി യോജിപ്പിച്ച് ഈ ലോകം സൃഷ്ടിക്കണമെങ്കിൽ അതിനൊരു ശില്പി വേണം. അത് ദേവതകൾക്ക് ഇത് കൂട്ടിച്ചേർത്ത് ലോകം നിർമ്മിക്കാൻ സാധ്യമല്ല എന്ന് അവർക്ക് മനസ്സിലായി. അതായത് ഇപ്പം നമ്മൾ കളിമണ്ണുള്ളത് കൊണ്ട് മാത്രം നമുക്ക് മൺപാത്രം നിർമ്മിക്കാൻ പറ്റില്ല. അവിടെ ഒരു കുശവന്റെ കരസ്പർശം വേണം. ആ കുശവന്റെ കരസ്പർശം ഉണ്ടെങ്കിൽ മാത്രമേ ഈ മണ്ണ് ഏതായി മാറൂ, ഒരു മൺകലമായി മാറത്തുള്ളൂ. അത് അങ്ങനെ ഈ ദേവതകൾക്ക് മനസ്സിലായി, ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കരസ്പർശം അത്യാവശ്യമാണെന്ന് മനസ്സിലായിട്ട് ഇവര് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. നാരായണന്റെ ഓരോ അംഗങ്ങളെയും അവര് സ്തുതിക്കാനായിട്ട് തുടങ്ങി. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളുമൊക്കെ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും പറ്റാതായ നിമിഷം അവർ മനസ്സിലാക്കുന്നു, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കരസ്പർശമില്ലാതെ
ഈ പ്രപഞ്ചം നിർമ്മിക്കാൻ അസാധ്യമെന്ന് മനസ്സിലായി. ഭഗവാൻ ഇല്ലാതെ ഒന്നും നടക്കില്ല. അത് മനസ്സിലായിട്ട് അവര് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. അധരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം ഹൃദയം മധുരം ഗമനം മധുരം മധുരാധിപതേ അഖിലം മധുരം ഹൃദയം മധുരം ഗമനം മധുരം മധുരാധിപതേ അഖിലം മധുരം അധരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം ഹൃദയം മധുരം ഗമനം മധുരം മധുരാധിപതേ അഖിലം മധുരം മധുരാധിപതേ അഖിലം മധുരം. ഇനി നമുക്ക് അവസാനത്തെ വരി, നാലാമത്തെ വരി. ചേഷ്ടാശക്തി മുദീര്യധാനി ഘടയൻ ഹൈരണ്യ മണ്ഡം ഗത. ചേഷ്ടാശക്തി തന്നിലെ ചലനശക്തിയെ ഉദീര്യ ഉണ്ടാക്കിയിട്ട് താനി ഘടയൻ അവയെല്ലാം കൂട്ടിച്ചേർത്തു ഹൈരണ്യമണ്ഡം സ്വർണമയമായ അണ്ഡാകൃതിയിലുള്ള മുട്ടയുടെ ആകൃതിയിലുള്ള ഈ ലോകം വ്യാധി നിർമ്മിച്ചു. അപ്പൊ ഇന്ന് പഠിപ്പിക്കുന്ന ശ്ലോകം വളരെ സിമ്പിളാണ്, വലിയ ഗഹനമായ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ ഇവിടെ ഇത്രയേ ഉള്ളൂ പറഞ്ഞത്. ഈ ലോകം നിർമ്മിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയ ഭൂതഗണങ്ങളും ഇന്ദ്രിയഗണങ്ങളും അവയുടെ ദേവതകളുമെല്ലാം ഭഗവാനെ മനസ്സറിഞ്ഞ് സ്തുതിച്ചു. അതോടുകൂടി ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രസന്നനായി. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? തന്നിലെ ചലനശക്തിയെ ഉണർത്തി. അതിനെയാണ് ചേഷ്ടാശക്തി എന്ന് പറയുന്നത്. പഞ്ചഭൂതങ്ങളെയും ഇന്ദ്രിയ ഗണങ്ങളെയും എല്ലാത്തിനെയും കൂടെ യോജിപ്പിച്ചിട്ട് സ്വയം ഭഗവാൻ തന്നെ ഒരു ചൈതന്യമായി അതിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ ഗണങ്ങളെയും പഞ്ചഭൂതങ്ങളെയും കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഭഗവാൻ തൻ്റെ ശക്തിയുടെ ഒരംശം പ്രകാശരൂപേണ എടുത്തിട്ട് ആ പ്രകാശം ഈ ഇന്ദ്രിയ ഗണങ്ങളിലേക്കും പഞ്ചഭൂതങ്ങളിലേക്കും പ്രവേശിച്ചു. അങ്ങനെ ഭഗവാന്റെ അംശമായ സ്വർണമയമായ പ്രകാശം അതങ്ങോട്ട് പഞ്ചഭൂതങ്ങളിലേക്ക് പ്രവേശിക്കുന്നു, ഇന്ദ്രിയങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. അതോടുകൂടി ഈ ഹിരണ്മയമായ ബ്രഹ്മാണ്ടം അങ്ങനെ രൂപം കൊള്ളുകയാണ്. അങ്ങനെ ആ ബ്രഹ്മാണ്ടം രൂപം കൊള്ളുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ഉള്ളിലെ ചലനശക്തി അങ്ങോട്ട് ഉണർത്തി തന്നിലെ പ്രകാശത്തിൻ്റെ ഒരംശം, അത്രയും മതി ഭഗവാന് ലോകം സൃഷ്ടിക്കാൻ, ആ പ്രകാശം അങ്ങോട്ടേക്ക് എടുക്കുകയും പഞ്ചഭൂതങ്ങളിലേക്കും ഇന്ദ്രിയ ഗണങ്ങളിലേക്കും അതങ്ങോട്ട് പ്രവേശിപ്പിക്കുകയും ചെയ്തതോടുകൂടി ഹിരണ്യവർണ്ണമുള്ള സ്വർണമയമായ ഈ ലോകം രൂപം കൊണ്ടു. അങ്ങനെയാണ് ഈ ലോകം രൂപം കൊണ്ടത്. അതേ, സർവ്വതും ഭഗവാന് സമർപ്പിക്കണം. സർവ്വതും ഭഗവാന് സമർപ്പിച്ച് ഭൂതഗണങ്ങളും ഇന്ദ്രിയ ഗണങ്ങളും ഭഗവാന് കീഴടങ്ങി. അങ്ങനെ കീഴടങ്ങി ഭഗവാനെ സ്തുതിച്ചപ്പോഴാണ് സ്വർണമയമായ ഈ ബ്രഹ്മാണ്ടം രൂപം കൊണ്ടത്. അതുപോലെ രാധേ രാധേ ഭക്തരെ, നിങ്ങളും ഭഗവാന് സ്വയം സമർപ്പിക്കണം. ഭഗവാന്റെ മുന്നിൽ നിങ്ങൾ ഉരുകുന്ന കർപ്പൂരമായിട്ട് എരിഞ്ഞു തീരണം. ഭഗവാന്റെ മുന്നിൽ ഭഗവാന് വേണ്ടി സമർപ്പിക്കണം. അപ്പോൾ നമുക്ക് പോകേണ്ട ബ്രഹ്മാണ്ടം ഏതെന്ന് ഭഗവാൻ നമുക്ക് കാണിച്ചു തരും. മനസ്സിലായ? അപ്പൊ നിങ്ങൾ സ്വയം ഭഗവാന്റെ മുന്നിൽ എരിഞ്ഞു തീരാൻ തയ്യാറാകണം. ഭഗവാന്റെ മുന്നിൽ കീഴടങ്ങണം. അങ്ങനെ കൃഷ്ണന്റെ മുന്നിൽ ഒരു പിടി കർപ്പൂരമായി എരിഞ്ഞു തീരാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആര് തയ്യാറുണ്ടെങ്കിൽ
അവരെ കൊണ്ടുപോകാൻ കൃഷ്ണൻ റെഡിയാണ്. നിങ്ങൾ പോകേണ്ട ബ്രഹ്മാണ്ടത്തിലേക്ക് ഭഗവാൻ കൊണ്ടുപോകും. ആ പൂർണ്ണ സമർപ്പണമാണ് വേണ്ടത്. ഇത് തന്നെയാണ് ഹരികാംബോജി രാഗത്തില് അങ്ങനെ പാടിയിരിക്കുന്നത്. ഗുരുവായൂരപ്പ നിൻ മുന്നിൽ ഞാൻ ഉരുകുന്നു കർപ്പൂരമായി. പല പല ജന്മം ഞാൻ നിന്റെ കളമുരളിയിൽ സംഗീതമായി. ഗുരുവായൂരപ്പ നിൻ മുന്നിൽ ഞാൻ ഉരുകുന്നു കർപ്പൂരമായി. പല പല ജന്മം ഞാൻ നിന്റെ കളമുരളിയിൽ സംഗീതമായി. തിരുമിഴി പാലാഴിയാക്കാം, അണിമാറിൽ ശ്രീവത്സം ചാർത്താം. തിരുമിഴി പാലാഴിയാക്കാം, അണിമാറിൽ ശ്രീവത്സം ചാർത്താം. മൗലിയിൽ പീലിപ്പൂ ചൂടാം, എൻ്റെ മനസ്സും നിനക്കു ഞാൻ തന്നു. മൗലിയിൽ പീലിപ്പൂ ചൂടാൻ എൻ്റെ മനസ്സും നിനക്കു ഞാൻ തന്നു. ഗുരുവായൂരപ്പ നിൻ മുന്നിൽ ഞാൻ ഉരുകുന്നു കർപ്പൂരമായി. പല പല ജന്മം ഞാൻ നിന്റെ കളമുരളിയിൽ സംഗീതമായി. കളമുരളിയിൽ സംഗീതമായി. കളമുരളിയിൽ സംഗീതമായി. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.